അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ ആശ്രമനുണ്ട്. ഇന്ന് ഞങ്ങൾ വയനാട്ടിലാണുള്ളത്. ഒരുപാട് കുടുംബങ്ങളുണ്ട്. ചോർന്ന് വലിച്ചിട്ട് കിടന്നുറങ്ങാൻ കഴിയാത്ത കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങളായാലും മറ്റുള്ള കുടുംബങ്ങളായാലും ഒക്കെ. ഞങ്ങൾ ഇന്നലെ രാത്രി കോയമ്പത്തൂർ പോയി. അവിടെ പോയി ഞങ്ങൾ 50ഓളം താർപ്പായ എടുത്തിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച കുറച്ച് കൂടുതൽ കൊണ്ടുവരും. ഇന്ന് ഏകദേശം 50 കുടുംബങ്ങൾക്ക് ഞങ്ങൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മളെ ബ്ലോക്ക് മെമ്പർ അമിറ്റാക്ക, നമ്മൾ കുവൈത്തിൽ നിന്ന് വന്ന് ഞങ്ങളെ കൂടപ്പുറപ്പായ തണൽ കൂട്ടായ്മൻ്റെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട അജ്മൽക്ക, ഞങ്ങൾ കെ സി കുഞ്ഞിട്ടിക്ക, എപ്പോഴും ഞങ്ങൾക്ക് പ്രചോദനമായ ഞങ്ങളെ കെ സി കുഞ്ഞിട്ടിക്ക എന്ത് ഇത്ര പ്രവർത്തനം പ്രായം പരിഗണിക്കാതെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ടെന്ന് ഞങ്ങൾ കുഞ്ഞിട്ടാക്ക, ഞങ്ങൾ CPIൻ്റെ അബ്ദുള്ളൂട്ടിയാക്ക, എല്ലാവരും ഉണ്ട്. ഹൈദർക്കാരുടെ കൂടെ ഞങ്ങൾ സൗദിയിൽ നിന്ന് വന്ന കൂടപ്പുറപ്പുണ്ട്. ഓരോരുത്തരും ഇൻഷാല്ലാഹ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. ഇപ്പോഴും മഴ നിന്നുകൊണ്ടൊരു ഭാഗ്യമുണ്ട്. അതിൻ്റെ ഉള്ളിലാകെ ചോർന്നു തരും. അപ്പോൾ കുവൈത്തിൽ നിന്ന് അജ്മൽക്കിട്ടും അവരെ വക നമ്മളെ മുണ്ടക്കൈ ചുരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വീട് പണി പൂർത്തീകരിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ഞങ്ങൾ ഇർഷാദ്ക്ക, ഞങ്ങളെ സലാംക്ക, മജീക്ക, അങ്ങനെ PT ഗ്രൂപ്പ് മങ്കട മറക്കാൻ കഴിയില്ല. ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു ഞങ്ങൾ PT ഗ്രൂപ്പ്. പിന്നെ ഞങ്ങളെ ഒരുപാട് നല്ല മനുഷ്യത്തിനുള്ള കുഞ്ഞുട്ടിയാക്കിയും അതുപ്പാക്കിയും, ഞങ്ങളെ പിന്നെ അബുദാബിയിലുള്ള ദുബായിലുള്ള നാസർക്കയും, പിന്നെ ഞങ്ങളെ ഉമ്മച്ചി എന്ന് പറഞ്ഞ ഉമ്മച്ചി, അങ്ങനെ എല്ലാവരും ഞങ്ങളെ കൂടെ സഹായിച്ചെന്നുകൊണ്ടാണ് ഇത് തുടക്കം കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ഇൻഷാല്ലാഹ് അവർക്കൊക്കെ ഉണ്ടൊക്കെ ദുആ ചെയ്യണം. എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ചവൻ കൊടുത്ത സമ്പാദ്യം ഈ പാവപ്പെട്ട കുടുംബങ്ങൾ വേദനിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ആളുകൾക്ക് വാരി കൂട്ടി കൊണ്ടുപോകില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ആരോഗ്യം നമ്മളെ സമ്പത്തൊക്കെ ഉപയോഗിച്ച് അവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കുമ്പോൾ എവിടെയും നമുക്ക് അവർ പടസംബരം ഉണ്ടാവും. ഈ ഉള്ളൊക്കെ നിറച്ച് ചോർന്ന് നിൽക്കുക. കാണാൻ വെച്ച PT ഗ്രൂപ്പ് പറഞ്ഞ മങ്കടയിലെ PT ഗ്രൂപ്പിൻ്റെ പുണ്യപ്രവൃത്തി ഞാൻ പറയേണ്ടതില്ല. അതായത് അവർ 600 മുഴുവൻ അറിയാം അവർ ചെയ്യുന്ന പ്രവർത്തനം. ഇതാണല്ലേ ചോറ് കുടിച്ചിട്ട് ആകെ ഒക്കെ പാത്രങ്ങൾ വെച്ച് അപ്പൊ ഇനി ചോർന്നൊലിക്കാതെ കിടക്കുക. ചോർന്നൊലിക്കാതെ കിടക്കണം. എന്റെ കുട്ടികളതാ അടുക്കളയിൽ ഞാൻ ഐറ്റളേയും കൊണ്ടുപോയിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഞാൻ ഐറ്റക്ക് ചൊപ്പും വെള്ളമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നേരെ വെളുക്കണ വരതാ കസാരയിൽ ഇരുന്നിട്ടാണ് ഞാൻ നേരെ അന്ത്യാക്കുന്നത്. അതൊക്കെ വെച്ച് മുകളിൽ വെക്കല്ലേ. അല്ല കുട്ടിയാക്ക് അപ്പൊ ഇനി ചോരാതെ ഇനിയുള്ള കുറച്ച് കാലെങ്കിലും സുഖമായിട്ട് കിടന്നു പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സഹായിച്ചൊക്കെ ഗണപതിയേ മുരുക. ആയിക്കോട്ടെ.